ഹായ്, ഇന്ന് ഏറ്റവും സ്പീഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാകാമെന്ന് ഞാൻ വെച്ചത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ChatGPT ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ആന്ത്രോപിക് എന്ന കമ്പനി അവരുടെ AI ചാറ്റ് ബോട്ട് Claude AI 3.5 ഫ്രീ ആയിട്ട് പബ്ലിക്കിന് ആക്സസ് കൊടുക്കാൻ തുടങ്ങി. ഈ Claude AI നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ claude.ai എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് പറ്റും. ഇനിയും ChatGPT 3.5ഉം Claude AIയും തമ്മിലുള്ള ഡിഫറൻസുകൾ പറയാം. രണ്ടിൻ്റെയും 3.5 വേർഷൻ ഫ്രീ ആണ്, അതിന് പൈസ ഒന്നും അടയ്ക്കേണ്ട. എന്നാൽ രണ്ടിനും പെയ്ഡ് പ്ലാനുണ്ട്. $20 തൊട്ട് $30 വരെ അടച്ചാൽ രണ്ടിൻ്റെയും പെയ്ഡ് പ്ലാന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലോഡിന് അതിൻ്റെ ഡേറ്റ ബേസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 2024 വരെ ഉള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. ChatGPT 3.5 ബേസ് ചെയ്തിരിക്കുന്നത് ജാനുവരി 2022 വരെയുള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ Claude AI കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും. ഇനിയും ഈ രണ്ട് AI ചാറ്റ് ബോട്ടുകൾക്ക് ഒരു ടോക്കൺ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഈ ടോക്കൺ ലിമിറ്റ് ബേസ് ചെയ്താണ് നമുക്ക് ഇൻപുട്ട് ചെയ്യാവുന്ന ഡേറ്റ അനലൈസ് ചെയ്യുന്നതും അത് ഔട്ട്പുട്ട് തരുന്നതും. ടോക്കൺ ലിമിറ്റ് എന്തുമാത്രം വലിയതാകുന്നോ അത്രയും കൂടുതൽ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ Claude AIയുടെ ടോക്കൺ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ChatGPTയുടെ 32,000 വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ Claude AIയുടെ ഡേറ്റ കൂടുതൽ അനലൈസ് ചെയ്യാനുള്ള കഴിവ് ഔട്ട്പുട്ട് ചെയ്യാൻ അതിനുണ്ട്. ഇനി Claude AIക്ക് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. അതിന് ഇമേജസും ഡോക്യുമെൻറ്റ്സും ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 5 ഇമേജ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് 10 MBക്ക് അടിയിലിരിക്കണമെന്നേ ഉള്ളൂ. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ബേസ് ചെയ്ത് നമുക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് അതിൻ്റെ സമ്മറിയോ അതേക്കുറിച്ച് പോയിൻറ്റ്സ് ആയിട്ട് വേർതിരിച്ച് എഴുതാനോ നമുക്ക് ചാറ്റ് ബോട്ടിനോട് പറയാം. ChatGPTക്ക് ഈ ഫീച്ചർ ലഭ്യമല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ChatGPTയുടെ പെയ്ഡ് പ്ലാൻ തന്നെ എടുക്കണം. ഇനിയും Claude AIയുടെ കോൺവെർസേഷൻ മോഡൽ, അതായത് നമ്മളോട് സംസാരിക്കുന്ന രീതി കുറച്ചുകൂടെ ഒരു മനുഷ്യൻ്റേത് പോലെ ആകാൻ കുറച്ചുകൂടെ സിമിലാരിറ്റി ഉണ്ട്. എന്നാൽ ChatGPTയുടെ റോബോട്ടിക് ഫീലിംഗ് ആണ്. അതുകൊണ്ട് ആ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ഈ മെയിൻ പോയിന്റുകളാണ് Claude AIയും ChatGPT 3.5ഉം ഉള്ള ഡിഫറൻസ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Until next time, this is Biju Matthew for MBiju Solutions. Have a great day.